നന്മ 24 ചാനലുകളിൽ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വാഹനം തൃക്കാക്കരയിൽ തടഞ്ഞു. തൃക്കാക്കരയിലെ പൊതുനിരത്തിൽ മാലിന്യം തള്ളിക്കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ IMD തടഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ചു വരുത്തി അതിന് തീരുമാനമാക്കാൻ ഒറ്റ വണ്ടി വിടൂല. നിരന്തരമായിട്ട് കഴിഞ്ഞ ആഴ്ചയെല്ലാം കുട്ടികളടക്കമുള്ള ആളുകൾ വീണ്ടും തോളലിൽ പോയി. ഒരാൾ കഴിഞ്ഞ ദിവസം വീണു, ഇന്നലെ വീണ പരിഗണിക്കാൻ പോയി. മിക്ക ദിവസവും ഉണ്ട്. ഒരു ശ്രദ്ധയുമില്ലാതെ ജനങ്ങളുടെ ജീവനിൽ വേണ്ട യുദ്ധത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ വണ്ടി പോയി ഞങ്ങൾ അനുവദിക്കില്ല. തൃക്കാക്കരയിൽ ഇൻഫോ പാർക്ക് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കൊച്ചി കോർപ്പറേഷന്റെ അഴുകിയ മാലിന്യം വീണ നിരവധി 2 വീലർ യാത്രക്കാരാണ് ദിനം പ്രതി അപകടത്തിൽപ്പെടുന്നത്. ഇന്നലെ ഞാനും ഇതിന് ബലിയാടാണ്. കാരണം ഞാൻ 2 വീലർ ഓടിക്കുന്ന ആളാണ്. നമുക്ക് പലർക്കും പോകേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ ലീഗൽ മെട്രോളിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഫ്രണ്ട് വീൽ സ്കിഡ് ചെയ്ത് വീഴുന്നത്. ഫ്രണ്ടില് ഞാൻ മാത്രമല്ല, ഒന്നിലധികം വാഹനങ്ങൾ ഇന്നലെ വീണു. പലരും സാറിന് മെഡിക്കൽ ഹോസ്പിറ്റലിലേക്കാണ് ചികിത്സക്കായിട്ട് വന്നത്. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഡാമേജ് ആയി. ഇങ്ങനെ ഈ ഓപ്പൺ ആയിട്ടുള്ള വാഹനങ്ങളിൽ ഈ കൊണ്ടുപോകുന്ന ഈ മാലിന്യങ്ങളാണ് ശരിക്കും വീഴുന്നത്. മാലിന്യം കൊണ്ടുപോകണ്ടെന്നല്ല, പക്ഷെ അതിന്റെ ശരിയായുള്ള പ്രൊപ്പോർഷൻ നോക്കും. ഇതുണ്ടല്ലേ, മുട്ട് മടങ്ങില്ല, മുട്ടൊക്കെ ഡേഞ്ചർ ആയിരിക്കുന്നത്. എന്താ നീരാണ് മുട്ടിലുണ്ടോ. സാധാരണക്കാർക്ക് ജീവിക്കണ്ട ഇവിടെ. നിങ്ങൾ ഈ ഓപ്പൺ ലോറിയിൽ കൊണ്ട് ഇത് ശരിക്കും നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നല്ല തരേണ്ടത്. ശരിക്കും ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അധികാരികളുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുകളിൽ നിന്നിട്ടാണ് ഇത് മേടിച്ച് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത്. എനിക്കൊക്കെ ഇത് എന്റെ പണി മുടങ്ങില്ലേ, എന്റെ ദിവസം എന്റെ ജോലി പോകും. എന്നെ ബേസ് ചെയ്ത് നിൽക്കുന്ന എന്റെ ജോലിക്കാരുടെ കാര്യങ്ങൾ നമുക്ക് പലയിടത്തും ഓടിപ്പോകാനുള്ളത്. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇതൊക്കെ ആരാണ് ഈ നടപടി എടുക്കേണ്ടത്? ഇത് രാഷ്ട്രീയമൊന്നുമല്ല. ശരിക്കും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദുർവിനിയോഗമാണ്. അവരെ ഒന്നല്ലെങ്കിൽ തിരിച്ചുവിടണം. കഴിവില്ലാത്തവരെ ഇഷ്ടംപോലെ അഭ്യസിതരായ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ജോലി കൊടുക്കാം. ഈ കഴിവില്ലാത്തവരെ എന്തിനാ വെക്കണത്? ഒക്കെ കളയണം. ഈ പരിക്കുകളൊക്കെ ശമ്പളം ഈ നഷ്ടപരിഹാരം തരേണ്ടത് ഇവരുടെ സ്വത്തുവകളിൽ നിന്ന് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടാണ്. ഈ ലോറി തുറന്ന ലോറിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ജൈവ മാലിന്യമല്ലേ വീണത്. എന്റെ 2ാമത്തെ വീഴ്ചയാണ്. ആദ്യത്തെ തവണ അതേ സ്പോട്ടിൽ തന്നെയാണ് വീണത്. ആദ്യം വീണപ്പോൾ എനിക്ക് ഇത്ര പരിക്ക് പറ്റിയില്ലായിരുന്നു. വണ്ടിക്ക് ചെറിയൊരു പോറൽ, അത് നമുക്ക് പരിഹരിക്കാം. ഇതിപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. നിങ്ങളെല്ലാവരും കണ്ണു തുറക്കണം. ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ പ്ലാറ്റ്ഫോം ലോറികളിൽ അഴുകിയ മാലിന്യം കൊച്ചി കോർപ്പറേഷന്റെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള വാഹനങ്ങളിലൊക്കെ കയറ്റി തൃക്കാക്കരയുടെ പൊതുനിരത്തിൽ പോകുമ്പോൾ ചെമ്പുമുക്ക് മുതൽ ഇൻഫോ പാർക്ക് ബ്രഹ്മപുരം ആ ഒരു ഭാഗം വരെ അഴുകിയ മാലിന്യം വേണ നിരവധി വാഹനങ്ങളാണ് തെന്നി വീഴുന്നത്. ഒരു വണ്ടി ഇതുവഴി കടന്നുപോയാൽ ഒരു 10 മിനിറ്റോളം ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വർഷങ്ങളായി തൃക്കാക്കരയിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിൽ നിന്നൊഴുകുന്ന മലിനജലം നമ്മുടെ റോഡിലൂടെ ഒഴുകി ഒലിച്ച് ഇവിടെ വരുന്ന 2 വീലറുകാർ വളരെയധികം 2 വീലർ ഓടിക്കുന്ന ആളുകൾക്ക് വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ന് തൃക്കാക്കര നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതുവഴി പോകുന്ന 2 വീലർ ഈ വെള്ളത്തിൽ തെന്നി വീണ് മരണം സംഭവിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കി ഇവിടെ സംഭവിക്കാവുന്നത് മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ലോറി മണലും മണ്ണും മെറ്റലും കയറ്റി വരേണ്ട ലോറിയാണിത്. ഇതിലൊരിക്കലും മാലിന്യമല്ല ഇതിൽ കയറ്റി വരേണ്ടത്. മാലിന്യം കയറ്റി വരേണ്ട ലോറികൾ ട്രേ പോലെ 4 വശവും ക്ലോസ് ചെയ്ത ട്രേ പോലത്തെ സംവിധാനമുള്ള ലോറിയാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ്. അവരെ ഈ ഇത്തരത്തിലുള്ള ആ സുരക്ഷാ സംവിധാനങ്ങളുള്ള ലോറിയുടെ വാടകയാണ് ഇവർ ഈടാക്കുന്നത്. ഇതിന്റെ എല്ലാ കമ്മീഷൻ കൊച്ചി കോർപ്പറേഷനിലെ ഭരണവർഗവും ഉദ്യോഗസ്ഥ വർഗവും കൈപ്പറ്റുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ റോഡിലൂടെ ഒരു കാരണവശാലും സുരക്ഷിതമല്ലാത്ത ഒരു മാലിന്യ വണ്ടിയും കടത്തിവിടില്ല. ഇത് മനസ്സിലാക്കണം. തൃക്കാക്കരയിലെ ഉദ്യോഗസ്ഥരും
അതുപോലെ തന്നെ തൃക്കാക്കരയിലെ ഭരണത്തിലിരിക്കുന്നവരും ഇത് കാണുന്നില്ലേ? ഇത് കാണാം, കണ്ടേ മതിയാകൂ. ഏതെങ്കിലും ഒരുത്തന്റെ ജീവൻ എടുത്തിട്ട് ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നതിന് മുൻപ് അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കണമെന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. നമ്മൾക്ക് കാണാം, ഈ റോഡിൽ മുഴുവനും അഴുകിയ മാലിന്യം വീണ് കിടക്കുന്നത് കാണാം. ആ അഴുകിയ മാലിന്യത്തിൽ വാഹനങ്ങൾ കയറുമ്പോൾ പതഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു വേസ്റ്റിൽ, ഈ ഒരു മാലിന്യത്തിൽ വാഹനങ്ങൾ കയറുമ്പോൾ, പ്രത്യേകിച്ച് ടൂ വീലറുകൾ കയറുമ്പോൾ തെന്നി വീഴുന്ന ഒരു സ്ഥിതിയാണ്. ഇങ്ങനെ വരുമ്പോൾ തൃക്കാക്കര ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് വന്ന ഈ റോഡ് മുഴുവനും വൃത്തിയാക്കാറുണ്ട്. പക്ഷേ വൃത്തിയാക്കിയാലും മുഴുവനും പോകാത്ത രീതിയിൽ അത്രത്തോളം അഴുകിയ മാലിന്യം ഈ റോഡിൽ നിരവധി മാലിന്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇനിയും അടുത്ത ഒരു മഴ വരുമ്പോഴും ഈ ഒരു അവസ്ഥ, ഈ ഒരു ആളുകൾ തെന്നി വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് സാധ്യത. ഫയർഫോഴ്സ് വന്ന ഈ റോഡ് വൃത്തിയാക്കിയിട്ടും ഇത് മുഴുവനായും പോകാത്തത്ര രീതിയിൽ അഴുകിയ മാലിന്യം ഈ റോഡിൽ അടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകും. ഇതുപോലെ അഴുകിയ മാലിന്യം നിരവധി പ്രാവശ്യം ഈ പൊതുനിരത്തിൽ തള്ളിക്കൊണ്ട് കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വാഹനം ബ്രഹ്മപുരത്തേക്ക് പോകുന്നത് സ്ഥിരമാണ്. ഇത് നിരവധി പ്രാവശ്യം തൃക്കാക്കര നഗരസഭ ഉൾപ്പെടെ വിവിധ ജനപ്രതിനിധികൾ ഇതെല്ലാം കൊച്ചി കോർപ്പറേഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇത് പരിഹരിക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. മറ്റൊന്ന്, ഇതുപോലെയുള്ള മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കൃത്യമായും മാലിന്യം വെളിയിലേക്ക് പോകാത്ത രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തേണ്ട കൊച്ചി കോർപ്പറേഷൻ ചെയ്യാത്തതും, മറ്റൊന്ന്, ഇതുപോലെ റോഡുകളിൽ മാലിന്യം തള്ളി പോകുന്ന വാഹനങ്ങളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിന് മുമ്പ് വേണോ? ഒരു കുഴപ്പമില്ല. അല്ലാതെ രീതിയില് അഡ്ജസ്റ്റ്മെന്റ് സമരമല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾക്കെതിരെ എന്തുകൊണ്ട് പോലീസും അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും നടപടി എടുക്കുന്നുണ്ട്? ഈ മാലിന്യം റോട്ടിൽ വീണുകൊണ്ടല്ലേ പോകുന്നത്. അതുപോലെ നമ്മളെ എന്തായാലും നിയമം തെറ്റിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയൊക്കെ കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ അതിനൊക്കെ പിടിക്കുക എല്ലാം വേണം. അതൊക്കെ വേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലും ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ തൃക്കാക്കര നഗരസഭയുടെ പൊതുനിരത്തിൽ മാലിന്യം തള്ളിക്കൊണ്ടുപോകുന്ന കൊച്ചി കോർപ്പറേഷന്റെ ഈ പ്രവൃത്തിക്കെതിരെ എല്ലാവരും ശക്തമായും പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.